മലയാള സിനിമയിലെ പുതുതലമുറ നടന്മാരുടെ പ്രകടനങ്ങള് പ്രേക്ഷകര് ഏറെ ശ്രദ്ധിക്കുകയാണ്. നസ്ലിന്, മാത്യു തോമസ്, സംഗീത് പ്രതാപ് എന്നിവരെക്കാള് കൂടുതല് ശ്രദ്ധ നേടിയ താരങ്ങളില് സിനിമയിലൂടെയാണ് ഈ യുവതാരങ്ങള് തങ്ങള് സ്ഥാനം സ്ഥാപിച്ചുപോകുന്നത്. സന്ദീപ് പ്രദീപ് 2019 പുറത്തിറങ്ങിയ 18-ാം പടിയിലൂടെ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. പിന്നീട് 2023 പുറത്തിറങ്ങിയ ഫാലിമി മുഖേന ശ്രദ്ധ നേടിയ അദ്ദേഹം 2025 റിലീസ് ചെയ്ത പടക്കളം എന്ന ചിത്രത്തിലൂടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എക്കോ എന്ന ബാഹുലി രമേശിന്റെ തിരക്കഥയിലെ പിയൂസ് എന്ന കഥാപാത്രത്തിലൂടെ തന്റെ അഭിനയക്കഴിവ് തെളിയിച്ചതായി ആരാധകര് പറയുന്നു. മറ്റുവശത്ത് ടെലിവിഷന്, പരമ്പര, തട്ടിയും എന്നിവയിലൂടെ ശ്രദ്ധേയനായ സാഗര് സൂര്യ സ്വന്തം സിനിമാ കരിയര് ശക്തമാക്കിയിട്ടുണ്ട്. ജനഗണ മന എന്ന ചിത്രം വഴി ശ്രദ്ധ നേടിയ അദ്ദേഹം പിന്നീട് ജോ ആൻഡ് ജോ, ക്യാപ്പ്, കാസർഗോൾഡ് തുടങ്ങിയ സിനിമകളിലൂടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നീട് പ്രകമ്പനം എന്ന ചിത്രത്തില് പുണ്യാളന് എന്ന കഥാപാത്രമായി എത്തിയ സാഗര് ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. ഇരുവരും വലിയ ആരാധകസംഖ്യയുള്ള താരങ്ങളായതിനാല് ഇപ്പോള് സമൂഹമാധ്യമങ്ങളിലും സിനിമാ ഗ്രൂപ്പുകളിലുമായി സന്ദീപും സാഗറും ഒരുമിച്ച് ഒരേ ചിത്രത്തില് കാണണമെന്ന് നിരവധി മലയാളി പ്രേക്ഷകര് അഭിലഷിക്കുന്നു. പ്രധാനമായും വില്ലന് വേഷങ്ങളിലും നർമ്മരംഗങ്ങളിലും ഇരുവരും കൂടി മികച്ച രസകരമായ പ്രകടനം കാഴ്ചവെക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകര്. എക്കോയും പ്രകമ്പനവും കഴിഞ്ഞകാലത്ത് അഭിനയരംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിച്ച ചിത്രങ്ങളായതായും ഈ പുതിയ സംയോജനം മലയാള സിനിമയില് കൂടുതൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്നും ആരാധകര് അഭിപ്രായപ്പെടുന്നു.